ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. അപ്പോൾ എക്സാമിന് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതേപോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന ഈ ഒരു ടോപ്പിക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിന് ഒഴിവാക്കാൻ പാടില്ല. കാരണം തിയറി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് പോയിൻ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, അവരുടെ പവേഴ്സ് എന്താണ്, അതുപോലെ ഇൻകം ടാക്സ് അതോറിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രീം അതോറിറ്റിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനെ കുറിച്ചും ഈ CBDTയുടെ പവേഴ്സിനെ കുറിച്ചും ഒറ്റയ്ക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, അല്ലെങ്കിൽ ആരാണ് ഈ ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, ഇൻകം ടാക്സ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മൾ അറിവിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നവരെന്താണ്, വളരെ കുറച്ച് പേരുള്ളൂ. ഇന്ത്യയിൽ 120 കോടിയിലധികം ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയെ പോലുള്ള ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കളക്ട് ചെയ്യാനും അതിൻ്റെ പ്രൊവിഷൻസും അപ്പീലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു അതോറിറ്റിയെ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏജൻസിയെയാണ് നമ്മൾ ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. The Government of India has constituted a number of authority to execute the Income Tax Act and to control the Income Tax Department efficiently. അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ എഫിഷ്യൻ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറച്ച് അതോറിറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അതോറിറ്റിയെ എല്ലാം കൂടിയാണ് നമ്മൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചുമതലപ്പെടുത്തിയ ഏജൻസിയെയാണ് ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറയുക. ഗവൺമെൻറ് ഏജൻസി ഫോർ മോണിറ്ററിംഗ് ഇൻകം ടാക്സ് കളക്ഷൻ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ടാക്സ് കളക്ട് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് ഇൻകം ടാക്സ് അതോറിറ്റി. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലാണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് ഇൻകം ടാക്സ് അതോറിറ്റി എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻകം ടാക്സ് അതോറിറ്റി എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി ഏതൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അഥവാ CBDT. എല്ലാ അതോറിറ്റിയെയും കൺട്രോൾ ചെയ്യുന്ന സുപ്രീം അതോറിറ്റിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ അണ്ടറിലാണ് ബാക്കി വരുന്ന എല്ലാ അതോറിറ്റീസും വരുന്നത്. സെക്കൻഡ് വൺ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്നു. ദെൻ തേർഡ് വൺ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്ന് വിളിക്കും. ദെൻ ഫോർത്ത് വൺ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് or additional commissioner of income tax. Fifth one joint director of income tax, then deputy director of income tax, assistant director of income tax officers, tax recovery officer, and the last one inspector of income tax. അപ്പോൾ 10 ഇൻകം ടാക്സ് അതോറിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവർ എന്താണ്, അവരുടെ ഫങ്ഷൻ എന്താണെന്നുള്ളതാണ്. എല്ലാ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെയും ജനറൽ പവർ ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ അത് നിങ്ങൾ ഏത് ഇൻകം ടാക്സ് അതോറിറ്റിൻ്റെ പവറോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ
പവർ റിഗാർഡിംഗ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്. ഇപ്പോൾ ഒരാളുടെ ഇൻകത്തിൽ സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇങ്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ അതിന് പ്രോപ്പർ എവിഡൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ആ കാര്യങ്ങൾ ചോദിക്കാനുള്ള പവർ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. ഓക്കെ, അതാണ് പവർ റിഗാർഡിംഗ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്. എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ആ എവിഡൻസിനെ പറ്റിയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഈ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. സെക്കൻഡ് വൺ, പവർ ഓഫ് സെർച്ച് ആൻഡ് സീസർ. സെർച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതേപോലെ സീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് കെട്ടുക, അല്ലെങ്കിൽ റെയ്ഡൊക്കെ നടത്താറില്ലേ, അതാണ്. അപ്പോൾ റെയ്ഡ് നടത്താനും അതേപോലെ സെർച്ച് ചെയ്യാനുള്ളൊക്കെ പവർ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നിട്ട് ഈ വീടുകളും അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ആ പവർ ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. ആൻഡ് ദ റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആവശ്യപ്പെടാനുള്ള പവർ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. അപ്പോൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടാകും. അപ്പോൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്സ് ഓഫ് അക്കൗണ്ട് ആവശ്യപ്പെടാനുള്ള പവർ ഈ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. ആൻഡ് പവർ ടു കോൾ ഇൻഫോർമേഷൻ. പവർ ടു കോൾ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കാനും അത് അറിയാനുള്ള പവർ ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത് പവർ ടു കോൾ ഇൻഫോർമേഷൻ. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കാനുള്ള പവറുണ്ട്. ആൻഡ് പവർ ഓഫ് സർവേ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതേപോലെ തന്നെ പവർ ടു കളക്ട് ഇൻഫോർമേഷൻ. ഇപ്പോൾ ഈ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഇൻഫോർമേഷൻസ് ചോദിച്ചറിയാനുള്ള പവർ ഉള്ളതുപോലെ തന്നെ ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള അധികാരവും ഇൻകം ടാക്സ് അതോറിറ്റിക്കുണ്ട്. ആൻഡ് പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ കമ്പനികളുടെ രജിസ്റ്ററുകളെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതേപോലെ തന്നെ ഇമ്പോസിഷൻ ഓഫ് പെനാൾട്ടി ഇമ്പോസ് ചെയ്യുന്നത് ആരാണ്? ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ജനറൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു 7-8 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെ അല്ലെങ്കിൽ ഏത് ഇൻകം ടാക്സ് അതോറിറ്റീൻ്റെ പവറും ഫങ്ഷൻസും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇൻകം ടാക്സ് അതോറിറ്റിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് അതോറിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ CBDTൻ്റെ അണ്ടറിലാണ് ബാക്കി എല്ലാ ഇൻകം ടാക്സ് അതോറിറ്റീസും വരുന്നത്. ആൻഡ് ഇറ്റ് മേക്ക് റൂൾസ് ആൻഡ് ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ ടു ദി അതർ ടാക്സ് അതോറിറ്റീസ്. ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് മറ്റുള്ള എല്ലാ ടാക്സ് അതോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കുന്നതും അതേപോലെ ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിലുള്ള മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൽ അഥവാ CBDTയിലുള്ള മെമ്പേഴ്സ്? 7 മെമ്പേഴ്സാണ്, ചെയർമാൻ അടക്കം 7 മെമ്പേഴ്സ്. ദ ബോർഡ് കൺസിസ്റ്റ് 1 ചെയർമാൻ ആൻഡ് 6 മെമ്പേഴ്സ്. അതിൽ ഒരാൾ ചെയർമാനാകും, ബാക്കി 6 മെമ്പേഴ്സ് ഉണ്ടാകും. ആ 6 മെമ്പേഴ്സിൽ ഒരു മെമ്പർ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ഡീൽ ചെയ്യുന്ന ബോർഡിലുള്ള ഒരു മെമ്പർ. അതേപോലെ തന്നെ മറ്റൊരു മെമ്പർ എവിടെ നിന്നാണ്? ലെജിസ്ലേഷൻ കമ്പ്യൂട്ടറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെമ്പർ ഉണ്ടാകും. വിജിലൻസിൽ നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടാകും. ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെമ്പർ ഉണ്ടാകും. ഓഡിറ്റ് ആൻഡ് ജുഡീഷ്യലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മെമ്പർ ഉണ്ടാകും. ആൻഡ് റവന്യൂവിൽ നിന്ന് ഉണ്ടാകും ഒരു മെമ്പർ. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 മെമ്പറും ഒരു ചെയർമാനും കൂടിയിട്ടുള്ളതാണ് ഇത് ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിലുള്ള ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ CBDTയിലുള്ള ബോർഡിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ബോർഡിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്
ഫങ്ഷൻസ് ഓഫ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്? അപ്പോൾ ഇനി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഫങ്ഷൻസും പവേഴ്സും സെപ്പറേറ്റ് എടുത്ത് ചോദിക്കും എക്സാമിന്. അപ്പോൾ ഫങ്ഷൻസും അതേപോലെ പവേഴ്സും നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. ആരുടേത്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ മാത്രം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ഡീലിംഗ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനും ലെവി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ CBDTയുടെ ഫസ്റ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനും അതേപോലെ എത്ര ആണ് ലെവി ചെയ്യേണ്ടത്, അതേപോലെ അതിൻ്റെ സ്ലാബ് റേറ്റ് എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോളിസീസും ഫോർമുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. ആൻഡ് ദ സൂപ്പർവിഷൻ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദി എൻറ്റയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഇൻകം ടാക്സ് അതോറിറ്റിയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും എല്ലാം സൂപ്പർവിഷൻ ചെയ്യുന്നത് ആരാണ്? CBDT ആണ്. അപ്പോൾ പ്രധാനമായും ഈ രണ്ട് ഫംഗ്ഷനാണ് പറയുന്നത്. പിന്നെ നമ്മൾ പവറിലേക്ക് കടക്കുകയാണെങ്കിൽ CBDTയുടെ പവർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ മേക്ക് റൂൾസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റൂൾസും ഉണ്ടാക്കുന്നത് ആരാണ്? CBDT ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് പവർ. ദെൻ സെക്കൻഡ്, ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ ടു ദി അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതിനാണ് മറ്റുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുക, അതേപോലെ മറ്റുള്ള ഇൻകം ടാക്സ് അതോറിറ്റിയെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അഡ്മിറ്റിംഗ് ക്ലെയിംസ് ഫോർ എക്സംഷൻ, ഡിഡക്ഷൻ, റീഫണ്ട് ഓർ റിലീഫ് ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദി പീരീഡ്. സാധാരണ ഇൻകം ടാക്സ് കറക്റ്റ് ടൈമിൽ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ പേ ചെയ്യേണ്ടത് ആ എക്സ്പയറി പീരീഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സംഷൻസോ ഡിഡക്ഷൻസോ റീഫണ്ടോ റിലീഫോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള പവർ ആർക്കാണ്? CBDTക്കാണ്. നെക്സ്റ്റ്, റിലാക്സേഷൻ ഓഫ് കംപ്ലയൻസ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു റിലാക്സേഷന് ആർക്ക് കൊടുക്കാം? CBDTക്ക് കൊടുക്കാം. ദെൻ അപ്പോയിൻമെൻറ്റ്, ഈ ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി കമ്മീഷണറേക്കാൾ താഴെയുള്ള റാങ്കിൽ ഉള്ളവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി കമ്മീഷണർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ഡിക്ലെയറിങ് ആസ് എ കമ്പനിയെ ഡിക്ലെയർ ചെയ്യുക. ഇതിപ്പോൾ ഒരു കമ്പനി ആണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പവറും ആർക്കുണ്ട്? CBDTക്ക് ഉണ്ട്. ദെൻ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ്, പ്രാക്ടീഷണേഴ്സ്, ഇവർക്ക് വേണ്ടിയിട്ടുള്ള റൂൾസും ഇൻസ്ട്രക്ഷൻസും ക്വാളിഫിക്കേഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? CBDT ആണ്. നെക്സ്റ്റ്, ജുഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരപരിധി. ഇപ്പോൾ ഒരുപാട് ലിസ്റ്റ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ പെട്ടതാണ് ഇൻകം ടാക്സ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഓരോരുത്തർക്കും എത്രയാണ് അവരുടെ അധികാരപരിധി, എന്തൊക്കെയാണ് അവരുടെ അധികാരങ്ങൾ എന്നുള്ളത് നിശ്ചയിക്കാനുള്ള പവർ ആർക്കാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനാണ്. നെക്സ്റ്റ്, സെർച്ച് ആൻഡ് സീസർ. ഇതെന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെർച്ച് ചെയ്യാനും അതേപോലെ ഇത് കണ്ടുകെട്ടാനും അത് റെയ്ഡ് നടത്താനുള്ള ഒക്കെ പവർ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനുണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ്, റിട്ടേൺ ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ. ഇപ്പോൾ ഒരുപാട് പേഴ്സൺ ഉണ്ട്. ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, അങ്ങനെ കമ്പനി, ഫേം. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഏതൊക്കെ ഫോമിലൂടെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഡിസൈഡ് ചെയ്യാനുള്ള പവർ CBDTക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ പവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുക, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അതേപോലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാം? ജനറൽ പവേഴ്സ് ചോദിക്കാം. അപ്പോൾ ഈ ജനറൽ പവേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ പവറെങ്കിലും എഴുതാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.
അതേപോലെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ 5 ഹെഡ്സും അതേപോലെ ഡിഡക്ഷൻസും, സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ്, ക്ലബിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ ഇൻകം ടാക്സ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പാർട്ടായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ടോപ്പിക്.